നമുക്ക് ആരംഭിക്കാം. ഓം സഹനാവതു സഹനോഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. സമാധാനീയരായ എല്ലാ പക്ഷിതാക്കൾക്കും വിനീതമായ ആറാം അധ്യായം 3 മൂന്നിൽ 1 എടുത്തു. ഇനി രണ്ടാമത്തെ 2 ഉപനിഷത്ത് അധ്യായം 6 ബ്രാഹ്മണം 3 മന്ത്രം 2. അപ്പൊ കഴിഞ്ഞ മന്ത്രത്തിലെ ഒരു യജ്ഞത്തെക്കുറിച്ചാണ് അവിടെ ഉപന്യസിച്ചത്. മന്ത്രസംസ്കാരം ചെയ്ത് മന്ധം എന്ന ഒരു ക്രിയയെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. കൊണ്ട് എല്ലാറ്റിനും ആശ്രയമായിരിക്കുന്ന അങ്ങയെ തന്നെ ആശ്രയിക്കാൻ പാകത്തിന് മന്ധക്രിയ ചെയ്യണം എന്ന് ജ്ഞാനകർമ്മങ്ങളുടെ ഗതിയെ പറഞ്ഞതിന് ശേഷം കർമ്മം ചെയ്ത് അതുകൊണ്ട് സാമ്പത്തികമായ മേന്മ ഉണ്ടാകണമെങ്കിൽ, മഹത്വം ഉണ്ടാകണമെങ്കിൽ മന്ധമെന്ന കർമ്മം എന്ന ക്രിയ ചെയ്യണം എന്ന് ജ്യോതിഷ്ഠോമ യജ്ഞം പോലെ അതോടനുബന്ധിച്ചുള്ള ഒരു കർമ്മമാണ്. അത് എങ്ങനെയൊക്കെ വേണം എന്നുള്ള വിധിയാണ് മുമ്പിലത്തേൽ അല്പം ഒന്ന് വിവരിച്ച് പറഞ്ഞു. പല അളവിലെ പശുവിൻ പാൽ മാത്രം കഴിച്ചുകൊണ്ട് അനുഷ്ഠിക്കേണ്ട വ്രതമാണെന്ന് പറഞ്ഞു. അതിനുള്ള മന്ത്രങ്ങളെ കുറിച്ചാണ് ഇനി അങ്ങോട്ട് പറയാൻ പോകുന്നത്. അഗ്നിയാണ് ഈ കർമ്മത്തിൽ ജ്വലിപ്പിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ട് അഗ്നി കത്തി ജ്വലിച്ചു കഴിഞ്ഞാൽ പരിസരണമൊക്കെ വെച്ച് അഗ്നി സംസ്കാരം ചെയ്ത് ഇനി അതിലേക്ക് ഹോമിക്കാൻ പോകുന്ന മന്ത്രങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. ഇനി അങ്ങോട്ട് 2-3 എണ്ണങ്ങൾ ഈ മന്ത്രങ്ങളാണ്. ഈ മന്ത്രം ചൊല്ലി ഹോമിക്കണം എന്നാണ്. എങ്ങനെ ആ യജ്ഞം അല്ലെങ്കിൽ ഹോമം പൂർണ്ണമാക്കണമെന്ന് 2-3 മന്ത്രത്തിൽ കൂടി പറഞ്ഞാണ് അതവിടെ പൂർണ്ണമാക്കുന്നത്. അത് ആ മന്ത്രമാണ്. വാസ്തവത്തിൽ അതിനകത്ത് അർത്ഥചിന്തയെക്കുറിച്ച് വലിയ കാര്യമില്ല. എങ്കിലും ഞാൻ എൻ്റെ ടോട്ടൽ ആശയം നമുക്ക് പറഞ്ഞു പോകാം. അത്ര വേണ്ടത്. ജ്യേഷ്ഠായ സ്വാഹ ശ്രേഷ്ഠായ സ്വാഹ ഇത്യഗ്നോ ഹുത്വാ മന്ധേ സംസ്രവമവനയതി പ്രാണായ സ്വാഹ വസിഷ്ഠായ സ്വാഹ ഇത്യഗ്നോ ഹുത്വാ മന്ധേ സംസ്രവം അനയതി വാചേ സ്വാഹ പ്രതിഷ്ഠായ സ്വാഹേത്യഗ്നോ ഹുത്വാ മന്ധേ സംസ്രവം അവനയതി ചക്ഷുഷേ സ്വാഹ വമ്പദേ സ്വാഹേത്യഗ്നോ ഹുത്വാ മന്ധേ സംസ്രവമവനയതി ശ്രോത്രായ സ്വാഹ ആയതനായ സ്വാഹ ഇത്യഗ്നോ ഹുത്വാ മന്ധേ സംസ്രവമനയതി മനസേ സ്വാഹ പ്രജാത്യൈ സ്വാഹ ഇത്യഗ്നോ ഹുത്വാ മന്ധേ സംസ്രവം അവനയതി വേദസേ സ്വാഹ ഇത്യഗ്നോ ഹുത്വാ മന്ധേ സംസ്രവം അവനയതി. നെയ് ഹോമിക്കുന്ന പാത്രത്തിന്റെ പേര് ഫ്രു എന്നാണ്. അതിൽ നെയ് കോരിയെടുത്തിട്ട് ജ്യേഷ്ഠായ സ്വാഹ എന്ന് പറഞ്ഞുകൊണ്ട് ജ്യേഷ്ഠായ സ്വാഹ ശ്രേഷ്ഠായ സ്വാഹ എന്ന് ചൊല്ലിയിട്ട് അത് അഗ്നി ഹോമിച്ചിട്ട് അഗ്നി ഹോമിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഒരു തുള്ളി വാക്ക് കാണും. അത് ഈ വെച്ചിരിക്കുന്ന മന്ധത്തിലേക്ക് വീഴ്ത്തിക്കാണും. അടുത്ത ഇതുപോലെ പ്രാണായ ഫഹ വിഷ്ടായ ഫഹ എന്നും ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന ഓരോ മന്ത്രം ചൊല്ലി ഓരോന്നത് സംസ്രവം എന്ന് വെച്ചാൽ അതിൻ്റെ അകത്ത് ബാക്കി വെച്ചിരിക്കുന്ന ആ നെയ്യുടെ അംശത്തെയാണ്.
അത് ഒരു നമ്മളെ ഈ കേരളീയ ഭാഷയിൽ സംവാദ സ്പർശം എന്നൊക്കെ പറയും. കാരണം ബാക്കി വന്നത് സമ്പാദിച്ചിരിക്കുന്ന ഇതിലേക്ക് സ്പർശിക്കണം. അപ്പോൾ ഈ മന്ത്രത്തിൽ ഹോമം ചെയ്തതിന്റെ ഫലം ആണ് മന്ത്രത്തിലേക്ക് സംക്രമിപ്പിക്കുന്നത്. അപ്പം ഈ ജ്യേഷ്ഠായ ഫഹ എന്നും അതുപോലെ ശ്രേഷ്ഠായ ഫഹ എന്നും ജ്യേഷ്ഠനായിക്കൊണ്ട് ശ്രേഷ്ഠനായിക്കൊണ്ട് എന്ന മന്ത്രം കൊണ്ട് അഗ്നിയിൽ ഹോമിച്ചിട്ട് മന്ത്രത്തിൽ അതിന് ബാക്കിയുള്ളതിനെ വീഴ്ത്തുന്നു. അവനയതി എന്ന വീഴ്ത്തുക എന്നർത്ഥം. ഒരു മന്ത്രത്തെ പോലെയാണ് ബാക്കിയില്ല. പ്രത്യേകിച്ച് ഓരോന്നും പറയേണ്ട ആവശ്യമില്ല. ഇനിയും ഓരോ മന്ത്രത്തിനും ഓരോ ആഹുതി ചെയ്യണം. 2 ആഹുതികൾക്ക് ശേഷം അവശേഷിക്കുന്ന നെയ്യ് മന്ത്രത്തിൽ വീഴ്ത്തണം. ജ്യേഷ്ഠായ ശ്രേഷ്ഠായ എന്നുള്ള 2 പ്രാണഗുണങ്ങളെയാണ് ആദ്യം പറഞ്ഞത്. പ്രാണോപാസന അറിയുന്നവർക്ക് മാത്രമേ കർമ്മത്തിന് അധികാരമുള്ളൂ എന്ന് കാണിക്കാനാണ്. അവസാനം രേതസ്യ മുതൽ ഓരോ മന്ത്രം മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം ഈ 2 മന്ത്രങ്ങളാണ്. ജ്യേഷ്ഠായ ഫഹ ശ്രേഷ്ഠായ ഫാഹേത്യഗ്നോ ഹുത്വ മന്ധേ സംശ്രമം അന്നയതി പ്രാണായ ഫഹ വസിഷ്ഠായ ഫാഹേത്യഗ്നോ ഹുത്വ മന്ധേ സംശ്രമം അനയതി വാചി ഫഹ പ്രതിഷ്ഠായ ഫാഹാത്യഗ്നോ ഹുത്വ മന്ധേ സംശ്രമം അനയതി ചക്ഷുഷി ഫഹ സമ്പദേ ഫാഹേത്യഗ്നോ ഹുത്വ മന്ധേ സംശ്രമം അനയതി ശ്രോതായ ഫഹ ആയതനായ ഫഹ ഇത്യഗ്നോ ഹുത്വ മന്ധേ സംശ്രമം അനയതി മനസി സ്വാഹ പ്രജാവതി സ്വാഹ ഇത്യഗ്നോ ഹുത്വ മന്ധേ സംശ്രമം അനയതി രേതസി സ്വാഹേത്യഗ്നോ ഹുത്വ മന്ധേ സംശ്രമം അനയതി. രേതസ്സുച്ച് ബാക്കിയില്ല. 2 മന്ത്രങ്ങൾ ഒന്നു ചേർത്തിട്ടാണ്. ഇത് മാത്രം ഒന്നാണ്. അപ്പൊ അതില് എന്താണ് ജ്യേഷ്ഠനും ശ്രേഷ്ഠനുമായിരിക്കുന്ന ഈ അഗ്നിക്കായിക്കൊണ്ട് സമർപ്പിക്കലാണ്. പ്രാണനും വസിഷ്ഠനുമായ അഗ്നിക്കായിക്കൊണ്ട്. വസിഷ്ഠൻ വശത്തിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. വാക്കിനും പ്രതിഷ്ഠയ്ക്കുമായിക്കൊണ്ട്, അതേപോലെ ചക്ഷുഫിനും സമ്പത്തിനുമായിക്കൊണ്ട്, അതേപോലെ ശ്രോത്രത്തിനും ആയതനത്തിനും, ആയതനം ആസ്ഥാനം ഇരിപ്പിടം വീട്, അതിനുവേണ്ടി മനസ്സെ പ്രജാപ്തിയെ മനസ്സിനും പ്രജകളുടെ സൃഷ്ടിക്ക് വേണ്ടി അതിനാണ് ഉപകരണമാണ് രേതസ്. അത്രയും പറഞ്ഞു. അപ്പം ഈ പഞ്ചഭൂതങ്ങളിലെയും പഞ്ച ഇന്ദ്രിയങ്ങളിലെയും ഒരു ഏകത്തുകയെ ഒന്നിച്ചാക്കി ചേർത്തുകൊണ്ട് ഇതിലേക്ക് ഹോമിച്ച് അതുകൊണ്ട് ധനവും സമ്പത്തും പുത്രാദികളായ സമ്പത്തും ധനവും ഉണ്ടാകട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ് ഈ മന്ത്രം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തതും അതിനെയാണ് മന്ത്രം. അഗ്നേയ സ്വാഹേത്യഗ്നോ ഹുത്വാ മന്ധേ സംശ്രമം അനയതി സോമായ സ്വാഹേത്യഗ്നോ ഹുത്വാ മന്ധേ സംശ്രമം അനയതി ഭൂഹു സ്വാഹേത്യഗ്നോ ഹുത്വാ മന്ധേ സംശ്രമം അവനയതി ഭുവസ്വാഹേത്യഗ്നോ ഹുത്വാ മന്ധേ സംശ്രമം അനയതി സ്വസ്വാഹേത്യഗ്നോ ഹുത്വാ മന്ധേ സംശ്രമം അനയതി ഭുവസ്വാഹേത്യഗ്നോ ഹുത്വാ മന്ധേ സംശ്രമം അനയതി ബ്രഹ്മണി സ്വാഹത്യഗ്നോ ഹുത്വാ മന്ധേ സംശ്രമം അനയതി ക്ഷത്രായ സ്വാഹേത്യഗ്നോ ഹുത്വാ മന്ധേ സംശ്രമം അനയതി ഭൂതായ സ്വാഹേത്യഗ്നോ ഹുത്വാ മന്ധേ സംശ്രമം അനയതി ഭവിഷ്യതി സ്വാഹേത്യഗ്നോ ഹുത്വാ മന്ധേ സംശ്രമം അനയതി വിശ്വായ സ്വാഹേത്യഗ്നോ ഹുത്വാ മന്ധേ സംശ്രമം അനയതി സർവായ സ്വാഹേത്യഗ്നോ ഹുത്വാ മന്ധേ സംശ്രമം അനയതി പ്രജാപതയെ സ്വാഹേത്യഗ്നോ ഹുത്വാ മന്ധേ സംശ്രമം അനയതി. മുമ്പത്തെ പോലെ തന്നെയാണ് ഇവിടെ. ഈ 2 പ്രാവശ്യം മന്ത്രം കൊണ്ട് ആദ്യം അല്ലെങ്കിൽ അഗ്നിയെ ഹോമിച്ചിട്ട് അവശേഷിക്കുന്ന മന്ത്രത്തിലേക്ക് വീഴ്ത്തിക്കണം എന്ന്. ഇവിടെ മന്ത്രം അല്പ വ്യത്യാസമുണ്ട്. ഇവിടെ അഗ്നി സ്വാഹ എന്നും അതേപോലെ സോമായ സ്വാഹ എന്നും, അഗ്നി സ്വാഹ എന്നൊരു മന്ത്രം, സോമായ സ്വാഹ എന്ന മറ്റൊരു മന്ത്രം. അങ്ങനെ അഗ്നിയും സോമനും കഴിഞ്ഞാൽ 2 ദിക്കിന്റെ അധിപതികളാണ്. 2 പേരും പ്രകാശം പരത്തുന്നവരാണ്. 2 പേരും കാലസ്വരൂപന്മാരാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഭൂർ ഭുവ സ്വ എന്ന് മുകളിലേക്കുള്ള 3 ഊർധ്വലോകമാണ്. ഭൂസ്വാഹ, ഭുവസ്വാഹ, അതിനുശേഷം സ്വസ്വാഹ, ഭൂർ ഭുവ സ്വ. ഇത് 3 കൂടെ ഒന്നിച്ച് കൂട്ടിച്ചേർക്കണം. ഭൂർ ഭുവ സ്വാഹ എന്ന്. അതിനുശേഷം ബ്രഹ്മത്തിനായിക്കൊണ്ട് അതേപോലെ ക്ഷത്രം, ബ്രാഹ്മണ ക്ഷത്രിയ 2 വർണ്ണങ്ങൾക്കായിക്കൊണ്ട് ഹോമിക്കുക.
അതിനുശേഷം ഭൂതങ്ങൾക്കായി കൊണ്ട് ഹോമിക്കുക. അതിനുശേഷം ഭാവി കാലത്തിനെ കൊണ്ട് ഹോമിക്കുക. അതിനുശേഷം ലോകത്തിന് മുഴുവൻ വിശ്വായ ഫഹ എന്നും ഏറ്റവും കൂടുതൽ സർവായ ഫഹ എല്ലാറ്റും എന്നിങ്ങനെ മന്ത്രഭേദങ്ങൾ പറഞ്ഞിട്ട് അത് അഗ്നിയിലേക്ക് ഹോമിച്ച് ബാക്കിയുള്ളത് മന്ത്രത്തിൽ വീഴ്ത്തിക്കണം എന്ന് പറഞ്ഞു. അധീനം അഭിമർഷതി ഭ്രമദഫി ജലദഫി പൂർണ്ണമഫി പ്രസ്തബ്ധമഫി ഏകഫമഫി കിങ്കൃതമഫി കിങ്ക്രിയമാണമഫി ഉദ്ഗീതമഫി ഉദ്ഗീയമാനമഫി ശ്രാവിതമഫി പ്രത്യാശ്രാവിതമഫി ആർദ്രേ സന്ദീപ്തമഫി വിഭൂരഫി പ്രഭൂരഫി അന്നമഫി ജ്യോതിരഫി നർദ്ധനമഫി സമ്പർഗോഫീതി. അതിനുശേഷം ഭ്രമദഫി മുതലായ അത്രയും മന്ത്രങ്ങൾ മന്ത്രദ്രവ്യത്തിന്റെ അധിഷ്ഠാന ദേവത പ്രാണനാണ്. അതുകൊണ്ട് പ്രാണനായി താതാത്മ്യം പ്രാപിച്ചു എന്ന് സങ്കല്പിച്ച് പ്രാണന്റെ ഗുണങ്ങളെ പറഞ്ഞുകൊണ്ടാണ് മന്ത്രത്തെ സ്പർശിക്കുന്നത്. പ്രാണരൂപത്തിൽ എല്ലാ ദേഹങ്ങളിലും സഞ്ചരിക്കുന്നത് കൊണ്ട് അധീനം അഭിമർഷതി എന്ന് സ്പർശിക്കുക. അതിനുശേഷം മന്ത്രത്തെ സ്പർശിക്കണം. എന്നിട്ട് ഇങ്ങനെ ചൊല്ലണം, ഭ്രമദഫി, നീ പ്രാണനാണ്. പ്രാണൻ ഇങ്ങനെ സദാ ഭ്രമിച്ച് കറങ്ങിക്കൊണ്ടേയിരിക്കുന്നവനാണ്. ജ്വലദഫി, അഗ്നിയെപ്പോലെ നീ ജ്വലിക്കുന്നവനാണ്. പൂർണ്ണമഫി, നീ സമ്പൂർണനാണ്. പ്രസ്തബ്ധമഫി, ഇളകാതിരിക്കുന്നവനാണ്. ഏകഫം അഫി, ഒറ്റ സഭ പോലെ ഇരിക്കുന്നവനാണ്. ഇളകാതിരിക്കുന്നവനാണ്, ഒറ്റ സഭ പോലെ ഇരിക്കുന്നവനാണ്, സഞ്ചരിക്കുന്നവനാണ്, പ്രകാശിക്കുന്നവനാണ്, സമ്പൂർണനാണ്. ഭ്രമദഫി ജലദഫി പൂർണ്ണമഫി പ്രസ്തബ്ധമഫി ഏകഫമഫി ഹിംകൃതമഫി. എന്താണ്? നീ ഹിംകൃതമാണ്. ഹിം എന്ന ശബ്ദം ഉണ്ടാക്കുന്നതിന്റെ പേരാണ് ഹിംകൃതം എന്ന്. മന്ത്രങ്ങൾ ചൊല്ലിക്കഴിയുമ്പോൾ ഉണ്ടാക്കുന്ന ശബ്ദത്തിന്റെ ഒരു പേരാണ്. ഹിംക്രിയമാണം അഫി, യജ്ഞത്തിൽ ഉദ്ഗാതാക്കൾ ഉറക്ക ചൊല്ലുന്ന ഹിംക്രിയമാണമായ ഉദ്ഗീതവും നീയാണ്. ഉദ്ഗീതം അഫി, ഉദ്ഗീതം ഉറക്ക പാടുന്ന മന്ത്രം എന്നർത്ഥം. ഉദ്ഗീയമാനമഫി, ഉറക്കപ്പാടുന്ന മന്ത്രവും പാടുന്നവനും നീയാണ്. ഹിങ്കാരം ചെയ്യുന്നവനും ഹിങ്കാരവും നീയാണ്. ശ്രാവിതമഫി പ്രത്യാശ്രാവിതമഫി, ചൊല്ലുന്നവൻ നീയാണ്, അല്ല കേൾക്കുന്നവൻ നീയാണ്, കേൾപ്പിക്കുന്നവനും നീയാണ്. പ്രത്യാശ്രാവിതമഫി ആർദ്രേ സന്ദീപ്തമഫി, ആർദ്രേ നനവുള്ളിടത്ത്, മേഘത്തിൽ നീ പ്രകാശിക്കുന്നവനാണ്. നനവുള്ളത് മേഘത്തിലാണ്. അങ്ങനെ ആർദ്രേ സന്ദീപ്തം അഫി, നനവുള്ളിടത്ത് നീ പ്രകാശിക്കുന്നവനാണ്. വിഭൂഹു അഫി, സർവവ്യാപിയാണ്. പ്രഭൂഹു അഫി, എല്ലാത്തിൻ്റെയും ഉടമസ്ഥനാണ്. അന്നമഫി ജ്യോതിരഫി, അന്നമാണ്, ജ്യോതിഫാണ്. നിധനം അഫി, നീ പ്രളയസ്ഥാനമാണ്. നിധനം നാശത്തിന്റെ സ്ഥാനം, പ്രളയസ്ഥാനമാണ്. സമ്പർഗ അഫി, എല്ലാറ്റിനെയും തൻ്റെ ഉൾക്കൊള്ളുന്നവനാണ്. എന്നിങ്ങനെ ഈ പ്രാണന്റെ പ്രതീകമായി തീർന്നിരിക്കുന്ന മന്ത്രത്തിന്റെ സവിശേഷതകൾ ഒന്ന് മന്ത്രത്തെ സ്പർശിച്ചുകൊണ്ട് തൊട്ടു ചൊല്ലണം. ആ ചൊല്ലാനുള്ള മന്ത്രമാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഈ മന്ത്രദ്രവ്യത്തിന്റെ പ്രധാനപ്പെട്ട ദേവതയാണ് പ്രാണൻ. അതുകൊണ്ട് പ്രാണന്റെ ഗുണങ്ങളെ പറഞ്ഞുകൊണ്ട് വേണം മന്ത്രത്തെ ഒന്ന് സ്പർശിക്കാൻ. ഇപ്പൊ പ്രാണരൂപത്തിൽ നീ ദേഹത്തൊക്കെ സഞ്ചരിക്കുന്നവനാകുന്നു, പ്രാണനാകുന്നു. ഈ പ്രാണൻ തന്നെ അഗ്നിയുടെ സ്വരൂപത്തിൽ ജ്വലിക്കുന്നവനാണ്. അതേപോലെ എന്താണ്, ബ്രഹ്മസ്വരൂപത്തിൽ നീ സമ്പൂർണനാണ്. ആകാശത്തിൽ ഇളക്കമില്ലാതെ നിൽക്കുന്നവനാണ്. അതുപോലെ ആരോടും വിരോധമില്ലാത്തതുകൊണ്ട് ഒന്നിൽ മാത്രം ചേർന്ന് നിൽക്കുന്നവനാണ്. ജഗത്തിന്റെ സ്വരൂപത്തിൽ ഒന്നിച്ചേർന്നുള്ള ഏകസഭയാണ്. യജ്ഞാരംഭത്തിലെ പ്രസ്തുതാക്കൾ ചൊല്ലുന്ന മന്ത്രങ്ങൾ, അതാണ് ഹിംകൃതം. അത് നീയാണ്. അതേപോലെ ഇനി അങ്ങോട്ട് പറയുന്ന ഓരോന്നും
നീ തന്നെയാണ് എന്ന് ഈ മന്ത്രത്തിന്റെ മഹാത്മ്യത്തെ ഒന്ന് പ്രകടമാക്കുന്നതാണ് ഈ മന്ത്രം. അഥൈനം അഭിമർഷതി ഭ്രമദഫി ജ്വലദഫി പൂർണ്ണമഫി പ്രസ്തബ്ധമഫി ഏകഫഭമഫി സംകൃതമഫി ഹിംഗ്രിയമാണമഫി ഉദ്ഗീതമഫി ഉദ്ഗീയമാനമഫി ശ്രാവിതമഫി പ്രത്യാശ്രാവിതമഫി ആർദ്രേ സന്ദീപ്തമഫി വിഭൂരഫി പ്രഭൂരഫി അന്നമഫി ജ്യോതിരഫി നിധനമഫി സമ്മർഗോഫി ഇതി. ഉപനിഷത്തിലുള്ള യജ്ഞത്തെക്കുറിച്ച് ഇത്രമാത്രം വിസ്തരിച്ച് വർണ്ണിക്കുന്ന വേറെ ഒരു ഉപനിഷത്തിലുമില്ല. ജ്ഞാനപ്രധാനമാണ് ഉപനിഷത്തും പറയുമ്പോഴും ഉപാസനാരൂപമായ കർമ്മത്തെ തള്ളിക്കളഞ്ഞുകൊണ്ടല്ല, ആ കർമ്മത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് ജ്ഞാനമാർഗത്തിലേക്ക് പോകണം എന്ന് നിർദ്ദേശിക്കലാണ് വാസ്തവത്തിൽ ഉപനിഷത്തിന്റെ ലക്ഷ്യം. അത് നമുക്ക് ഇതിനകത്ത് വ്യക്തമായിട്ട് കാണാൻ പറ്റുകയും ചെയ്യും. അഥൈനം ഉദ്യച്ഛതി ആമംഹി ആമംഹി തേമഹി പഹി രാജീശാനോധിപതി സമാം രാജീശാനോധിപതിം കരോത്വിതി. അഥ പിന്നീട് ഏനം ഉദ്യച്ഛതി, ഈ മന്ത്രത്തെ രണ്ട് കൈ കൊണ്ടും പൊക്കിയെടുക്കണം. ഉദ്യച്ഛതി ഉയർത്തിയെടുത്തുകൊണ്ട് ഒരു മന്ത്രം എന്താണ്? ആമംസി, നീ എല്ലാം അറിയുന്നവനാണ്. ആമംസി തേ, നിന്റെ മഹത്വത്തെ. ആമംഹി തേ മഹി, തേ മഹി നിന്റെ മഹാത്മ്യത്തെ ഞങ്ങൾ ആമംഹി, വയം ആമംഹി അത് ഉത്തമപുരുഷ ബഹുവചനാണ്. ആമംസി മധ്യമപുരുഷ ഏകവചനാണ്. ആമംഹി ഉത്തമപുരുഷ ബഹുവചനാണ്. വയം ആമംഹി നിന്റെ മഹാത്മ്യം ഞങ്ങൾ അറിയുന്നു. ഫഹി അവനാകട്ടെ രാജീശാനോ അധിപതി, രാജാവും ഈശാനനും അധിപതിയുമാണ്. രാജ ഈശാന അധിപതി, രാജാവാണ്, രക്ഷിതാവാണ്, ഈശാനനാണ്, നിയന്ത്രിക്കുന്നവനാണ്, അധിപതിയാണ്, ഉടമസ്ഥനാണ്. അപ്പൊ നീ രാജാവാണ്, ഈശാനനാണ്, അധിപതിയാണ്. രാജീശാനോ അധിപതി സ്വമാം, അവൻ എന്നെ രാജീശാനോ അധിപതിയും കരോതൂതി, എന്നെ രാജാവും ഈശനുമായി മാറ്റട്ടെ എന്നെ. അപ്പം മന്ത്രം കൊണ്ടുള്ള ലക്ഷ്യം ഇതാണ്, രാജാവാവുക, അവൻ എന്താണ് ഈശനായി മാറുക, അധിപതിയായി മാറുക. അങ്ങനെ എന്നെ കരോതു ഇതി ചെയ്യട്ടെ എന്ന്. അഥൈനമുദ്യച്ഛതി ആമംസി ആമംഹി തേമഹി ഫഹി രാജീശാനോധിപതി സ്വമാം രാജീശാനോധിപതിം കരോതു ഇതി. ഇനി ഒരു പ്രാണസങ്കല്പത്തിന്റെ ഒരു മന്ത്രം കുറിക്കുന്നത് ഉപസംഹരിക്കാം. അഥൈനമാചാമതേ തത്സവിതുർവരേണ്യം മധുവാത കൃതായതേ മധുക്ഷരന്തി സിന്ധവഃ മാധുർണ സന്തോഷധീ ഭൂസ്വാഹ ഭർഗോ ദേവസ്യ ധീമഹി മധു നക്തമുദോഷഭ മധുമത്പാർത്ഥിവം രജഹാം മധുദ്യൗരസ്തോ ന പിതാ ഭുവസ്വാഹ ധിയോ ന പ്രചോദയാത് മധുമാന്നോ നോ വനസ്പതി മധുമാം അസ്തു സൂര്യഃ മാധ്വീർഗാവോ ഭവന്തു ന സ്വസ്വാഹേതി സർവാം ച സാവിത്രീമന്വാഹം സർവാംശോധുമതീഃ അഹമേവേദം സർവം ഭൂയാസം ഭൂർഭുവസ്വസ്വാഹാം ഇത്യന്തത ആചമ്യ പാണീ പ്രക്ഷാള്യ ജഘ്നേനാഗ്നിം പ്രാക്ഷിരാഹ സംവിശതി പ്രാതരാദിത്യമുപതിഷ്ഠത്തെ ദിശാമേകപുണ്ഡരീകമഫി അഹം മനുഷ്യാണാമേകപുണ്ഡരീകം ഭൂയാസുമിതി യഥേതം ഏത്യ ജഘനേനാഗ്നിം ആസീനോ വംശം ജപതി. ഇവിടെയും
രണ്ടു മന്ത്രങ്ങളെ, 3 വിധ മന്ത്രങ്ങളെ കൂട്ടിച്ചേർത്തുകൊണ്ടാണ്. ഒന്ന് തത്സവിതുർവരേണ്യം എന്നുള്ളത് ഗായത്രി മന്ത്രത്തിന്റെ പ്രധാനപ്പെട്ട വരിയാണ്. പിന്നൊന്ന് മധുസൂക്തം എന്നൊരു സൂക്തം, അതും കൂടി കൂട്ടിച്ചേർക്കുകയാണ്. തന്റെ കയ്യിൽ പാത്രത്തിൽ പൊക്കിയെടുത്ത് വെച്ചിരിക്കുന്ന ഈ മന്ത്രത്തെ 4 പ്രാവശ്യം മന്ത്രം ഉച്ചരിച്ചുകൊണ്ട് കുടിക്കണം എന്നാണ്. ഒന്നാമത്തെ മന്ത്രം ഗായത്രിയുടെ 1-ാം പാദവും മധുമതി എന്ന ഇർക്കിന്റെ 1-ാം ഭാഗവും ആദ്യത്തെ ഗായത്രിയുടെ യാഹൃതിയും ചേർക്കണം. അപ്പം തത്സവിതുർവരേണ്യം എന്നുള്ള ഗായത്രിയുടെ മന്ത്രം മധുവാത ഇറായതേ മധുക്ഷരന്തി സിന്ധവ മാത്യുർന്ന സന്തോഷധീഹി എന്നുള്ളത് മധുസൂക്തമാണ്. ഭൂസ്വാഹ എന്നുള്ളത് ഗായത്രിയുടെ വ്യാഹൃതി മന്ത്രമാണ്. ഈ 3 ഒന്നിച്ചു ചേർത്തുകൊണ്ട് അത് ഉച്ചരിച്ചുകൊണ്ട് ഈ മന്ത്രം സേവിക്കണം. അടുത്ത ഭർഗോദേവസി ധീമഹി, അതും ഗായത്രിയുടെ ഒരു വരിയാണ്. അടുത്ത വരി മധുസൂക്തമാണ്. മധൂനക്തം ഉതോ നക്തം ഉദോഷസ മധുമത് പാർത്ഥിവൻ രജഃ മധുദ്യോരസ്തു നപ്പിത ഭുവസ്വാഹ എന്ന് അടുത്ത വ്യാഹൃതി മന്ത്രം ചേർക്കണം. ധിയോ യോന പ്രചോദയാത് ഗായത്രിയുടെ അടുത്ത മന്ത്രം മധുമാൻ നോ വനസ്പതി, ഇത് മധുസൂക്തമാണ്. മധുമാൻ നോ വനസ്പതി മധുമാമസ്തു സൂര്യഃ മാധ്യുർഗാവോ ഭവന്തു നഃ സ്വസ്വാഹേതി 3 സർവാംച സാവിത്രീമന്വാഹാം സർവാശ്ച മധുമതീഹി അഹമേവേദം സർവം ഭൂയാസം ഭൂർഭുവസ്വാഹ 4 ഇത്യന്തതഃ. ഈ 4 അവസാനം വരെ ചൊല്ലിയിട്ട് ആചമ്യ, കൈ കഴുകിയിട്ട് പാണീ പ്രക്ഷാള്യ, മുഖം കഴുകി കൈ കഴുകി ജഖനീന അഗ്നി പ്രാക്ഷിരാഹ സംവിശന്തി, അഗ്നിയുടെ മുൻഭാഗത്ത് പോയി ഇരുന്നിട്ട് പ്രാതരെ ആദിത്യമുപതിഷ്ഠത്തെ, അതിരാവിലെ തന്നെ ആദിത്യനെ ആരാധിച്ചുകൊണ്ട് ദിശാം ഏകപുണ്ടരീകമസി, ദിക്കുകൾക്ക് നീ ഒറ്റ താമരയാണ്, അഹം മനുഷ്യാണാം ഏകപുണ്ടരീകം ഭൂയാസമിതി, ഇതുപോലെ ഞാൻ എല്ലാ മനുഷ്യന്റെയും ഒറ്റ താമരയായി ഭവിക്കട്ടെ. യഥേതം യത്യ ജഖ്നേന അഗ്നിമാസീനോ വംശം ജപതി, ഇങ്ങനെ അവിടെ ഇരുന്നു കൊണ്ട് ഇത് സേവിച്ചിട്ട് അഗ്നിയുടെ മുമ്പിലിരുന്ന് ഈ വംശസൂക്തത്തെ, ഇതുവരെ പറഞ്ഞ മന്ത്രത്തെ ജപതി. അപ്പൊ ഇവിടെ ഗായത്രി മന്ത്രം കൊണ്ട് ഇനി ഈ ഗായത്രി മന്ത്രം ചൊല്ലി സേവിക്കുന്നതുകൊണ്ട് എനിക്ക് ലഭിക്കേണ്ടത് ബുദ്ധിയുടെ പരമമായ വികാസമാണ്. അതുകൊണ്ട് മാത്രമായില്ല, പിന്നെന്ത് ചെയ്യണം? ഈ പ്രപഞ്ചം മുഴുവൻ തേൻ കൊണ്ട് നിറയണം. മധു എന്ന് വെച്ചാൽ തേൻ എന്ന് വെച്ചാൽ എസൻസ് എന്ന് മാത്രമേ ഉള്ളൂ. ഓരോന്നിന്റെയും എസൻസിനെ അതിന്റെ മധു എന്ന് വിളിക്കുന്നതാണ്. മധു ക്ഷരന്തി സിന്ധു, സമുദ്രങ്ങൾ മധുവിനെ ചുരത്തട്ടെ. സിന്ധവ നദികളാണ്. അപ്പൊ നദികൾ വെള്ളമാണ് ചുരത്തുന്നത്. ആ വെള്ളം, നദിയുടെ തേനാണ് വെള്ളം. മാധ്വീഹി എന്ന സന്തോഷധി, അത് ഇവിടെ ഉണ്ടാകുന്ന എല്ലാ ചെടികളും സസ്യവർഗങ്ങളും ഞങ്ങൾക്ക് മധുവായി തീരട്ടെ എന്ന് പറഞ്ഞ് ഭൂസ്വാഹം കൊണ്ടു. അത്ര ഭർഗോദേവസി ധീമഹി എന്ന ഗായത്രി മന്ത്രവും മധു നക്തം ഉദോഷഫ മധുമത് പാർത്ഥിവം രജഃ മധുദ്യൗരസ്തു നപ്പിത, രാത്രിയിലും ഉഷസ്സിലും ഈ പ്രപഞ്ചത്തിൽ മഞ്ഞുതുള്ളികൾ പോലെ മധു നിറയട്ടെ. ഭൂമിയിലുള്ള എല്ലാ പൊടികളിലും മധു നിറയട്ടെ. മധു, ആകാശം മധുവാകട്ടെ, അത് ഞങ്ങളുടെ പിതാവാണ് എന്ന് പറഞ്ഞിട്ട് ഭൂസ്വാഹ എന്ന് നോക്കാം. അടുത്ത ധിയോ എന്ന പ്രചോദയാൽ മധുമാൻ നോ വനസ്പതി, വലിയ വൃക്ഷങ്ങളൊക്കെ ഞങ്ങൾക്ക് മധു തിരുന്നാകട്ടെ. വൃക്ഷത്തിന്റെ ചാറുകൾ, അതിന്റെ രസങ്ങളാണ് പഴമായിട്ട് വരുന്നത്. വൃക്ഷത്തിന്റെ പഴത്തിലെ ചാറ് അതിന്റെ തേനാണ്. അതുകൊണ്ട്
മധുമാൻ നോ വനസ്പതി മധുമാം അസ്തു സൂര്യ. സൂര്യൻ മധു ഉള്ളവനായി തീരട്ടെ. സൂര്യന്റെ മധു രശ്മികളാണ്, അതുള്ളതായി തീരട്ടെ. മാധുർ ഗാവോ ഭവന്തു, പശുക്കൾക്ക് പാലുള്ളതായി തീരട്ടെ. പശുവിന്റെ പാല് മധുവാണ്. ഗാവോ ഭവന്തു നസ്വാഹേ സർവാം ച സാവിത്രീം അന്വാഹ. എല്ലാവരും ഈ സാവിത്രി എന്ന ഗായത്രി മന്ത്രത്തെ വീണ്ടും ആവർത്തിച്ചു ചൊല്ലി സർവാംശ മധുമതീഹി ആ മധുസൂക്തവും ഒന്നിച്ചെല്ലാവരും ചൊല്ലി അഹമേവേദം സർവം ഭൂയാസി, ഞാൻ തന്നെയാണ് ഇതെല്ലാം നിറഞ്ഞു നിൽക്കുന്നത് എന്ന് ചൊല്ലി അനുഭവിച്ചറിഞ്ഞിട്ട് ഭൂർഭുസ്വാഹ എന്ന് അവസാനം ചൊല്ലി ആചമിച്ച് കൈകഴുകി അഗ്നിയുടെ മുമ്പിലിരുന്ന് എന്ത് ചെയ്യണം? ആദിത്യനെ ഉപാസിച്ചുകൊണ്ട് അല്ലയോ സൂര്യ, നീ ഒറ്റ താമരയായി പ്രപഞ്ചത്തിന് ഭവിക്കുന്നത് പോലെ ഞങ്ങളും ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മന്ത്രം ചൊല്ലി മന്ത്രത്തെ സേവിക്കണം. ഇതാണ് ഈ മന്ത്രം കൊണ്ട് പറഞ്ഞു വെച്ചത് ഒടുവിൽ. അപ്പം ഓരോ ഭാഗവും രണ്ടാമത്തെ വ്യാഹൃതിയും ചേർന്നാണ് ഈ സൂക്തം പൂർണ്ണമാക്കുന്നത്. ഇതുകൊണ്ട് മന്ത്രപാനത്തിന് ശേഷം അഗ്നി ഉപാസനയും ആദിത്യ ഉപാസനയും കഴിഞ്ഞ് വംശമന്ത്രങ്ങൾ ജപിക്കും. ഇത്രയും മന്ത്രക്രിയയുടെ ഓരോ ചടങ്ങുകളാണ്. അത് മുടങ്ങാതെ ചെയ്തതിന് ശേഷം തം ഹൈതമുദ്ദാലകാം ആരുണിർ വാജഫനേയായ യാജ്ഞവൽക്യായ അന്തേവാസിന ഉക്ത്വാ ഉവാചാം അപി അയേനം ശുഷ്കേ സ്ഥാണോ നിഷിഞ്ചേത് ജായേരൻ ശാഖാഹ പ്രരോഹേയു പരാശാൻ ഇതി. തം അവനോട്, ഹ തീർച്ചയായിട്ടും, ഏതം ഇതിനെ, ഉദ്ദാലക ആരുണിഹി അരുണപുത്രനായ ഉദ്ദാലകൻ, വാജഫനേയായ യാജ്ഞവൽക്യായ അന്തേവാസിന ഉക്ത്വാ ഉവാച. വാജഫനേയനായ യാജ്ഞവൽക്യനായിക്കൊണ്ട് ഉക്ത്വ ഉപദേശിച്ചിട്ട് പറഞ്ഞിട്ട് ഉവാച ഇങ്ങനെ പറഞ്ഞു. ഇപ്പോഴാണ് ഈ പ്രവഹണം യാജ്ഞവൽക്യൻ ഈ മന്ത്രം മുഴുവൻ ഉപദേശിച്ചു. മന്ത്രോപദേശം പൂർണ്ണമായി മുഴുവൻ ഉപദേശിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ പറഞ്ഞു. അപ്പി യഹ ഏനം, ആരാണോ ഈ മന്ത്രത്തെ ശുഷ്കേ സ്ഥാണോ നിഷിഞ്ചേത്, ഉണങ്ങിയ ഒരു മരക്കുറ്റിയിൽ ഈ മന്ത്രജലം അല്പം ഒഴിക്കുന്നത്, ജായേരൻ ശാഖാ ശാഖോപശാഖകളായി പ്രരോഹേയുഹു അത് വളർന്നു വരുന്ന ധാരാളം കൊമ്പുകൾ ഉണ്ടായി വളർന്നു വരും. പലാശാനിധി ഇലകളുണ്ടായി. ധാരാളം കൊമ്പുകളും ശാഖകളും പലാശങ്ങളുമായിട്ട് അത് പ്രരോഹേയു. ഇതിന് മറ്റൊരു ഫലം ഇതാണ്. ഉണങ്ങിയ മരക്കുറ്റിയിൽ ഈ മന്ത്രം ചൊല്ലി മന്ത്രം തടിച്ചാൽ ആ മരക്കുറ്റി ധാരാളം ശാഖോപശാഖകളും ഇലകളുമുള്ള വൃക്ഷങ്ങളായി പരിണമിക്കും. മന്ത്രവിദ്യയുടെ ആചാര്യ പരമ്പരയാണ്. ഇനി ഇത് ആരാണിത് പറഞ്ഞതെന്ന് വെച്ചാൽ പല ആചാര്യന്മാർ കൂടിച്ചേർന്നാണ്. ആരാർക്ക് ഉപദേശിച്ചു എന്നുള്ളൊരു ഉപദേശ പരമ്പരയാണ് ഇനി പറയാൻ പോവുക. തം ഹൈതമുദ്ദാരക വാജഫനേയായ യാജ്ഞവൽക്യായ അന്തേവാസിന ഉക്തോവാചാം അപി ഏനം ശുഷ്കേ സ്ഥാണോ നിഷിഞ്ചേത് ജായേരൻ ശാഖാഹ പ്രരോഹേയു പലാശാനിധി. തം ഹൈതമുദ്ദാലക ആരുണർവാജഫനേയായ യാജ്ഞവൽക്യായ അന്തേവാസിന ഉക്തോവാചാം അപി ഏനം ശുഷ്കേ സ്ഥാണോ നിഷിഞ്ചേത് ജായേരൻ ശാഖാഹ പ്രരോഹേയു പലാശാനിധി. ഏവമോ. സാറേ ഇതപ്പോ എന്നാ ഏതാണ്ട് ഫലശ്രുതി മാതിരിയാണോ അപ്പൊ ഇത്? അതെ, കാരണം മന്ത്രക്രിയയുടെ ഉപന്യസിച്ച് പൂർത്തിയാക്കുകയാണ്. ഈ മന്ത്രക്രിയയാണ് ഈ രാജാവ് യാജ്ഞവൽക്യന് ഉപദേശിച്ചു കൊടുക്കാൻ പോവാ. അതുമാത്രം അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല. അതെങ്ങനെ ചെയ്യണം എന്ന അതിന്റെ ക്രിയയും അതിന്റെ മന്ത്രവും കൂടി ഉപദേശിച്ചു കൊടുത്തു.
അതുകൊണ്ട് കഴിഞ്ഞ മന്ത്രത്തിൽ ആ ആ താമരയുടെ സിംബോളിക്കായിട്ട് പറയുന്നത് എന്തോ അത് സൂര്യ ഞാൻ സൂര്യൻ സൂര്യൻ ആകാശത്തിന് ഏകാധിപതിയായ ഒറ്റത്താമരയായിട്ട് നിൽക്കുന്നത് പോലെ ഭൂമിക്ക് ഞങ്ങൾ ഒരു രാജാവായിട്ട് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റും. അത് ജ്ഞാനത്തിന്റെ പ്രതീകമായിട്ടാണോ അതെ, ഏകഛത്രാധിപതിയായി രാജ്യം ഭരിക്കാൻ എനിക്ക് കഴിയണം. കഴിയണം? ഈ മന്ത്രത്തിന്റെ ഒരു ഫലം അതാണ്. ധനവും ശരി. സമ്പത്തും ഉണ്ടാക്കാന്നുള്ള ഫലത്തോടു കൂടിയാണ് പറയപ്പെട്ടത്. ആ, അപ്പൊ ഭൗതിക ലോക ജീവിതത്തിന് ഈ മന്ത്രം ഏറ്റവും ഉപകാരപ്രദമാണ്. പക്ഷെ ഈ മന്ത്രത്തിന്റെ ലക്ഷ്യം പ്രാണോപാസനയാണ്. ശരി. അതുകൊണ്ട് പ്രാണനെ വേണ്ട വിധത്തിൽ നിലനിർത്തിക്കൊണ്ട് അതിനെ ആ ബ്രഹ്മപദത്തിലേക്ക് നയിക്കാൻ പര്യാപ്തമാകും മന്ത്രക്രിയകൾ. അതിനാണ് പ്രാണോപാസന പറഞ്ഞത്. പക്ഷെ പ്രാണോപാസന ചെയ്യുമ്പോൾ മന്ത്രക്രിയക്ക് ഭൗതികമായ ഫലം ഏറെയുണ്ട്. സന്താനം ഉണ്ടാകും, സമ്പത്തുണ്ടാകും, ഏകഛത്രാധിപതിയായ രാജാവാകാം എന്നിങ്ങനെയുള്ള ഗുണം പറഞ്ഞിട്ട് ഇനിയും അതിന്റെ ഭൗതികമായ മറ്റു ഗുണങ്ങൾ അതായത് ഈ യജ്ഞം കൊണ്ടുള്ള ഭൗതികമായിട്ടുള്ള ഗുണങ്ങൾ അത് രാജാക്കന്മാർക്ക് വേണ്ടത് അതാണ്. അതുകൊണ്ട് ഇത് എന്ത് ചെയ്യുന്നു, ഈ രാജാവ് അറിഞ്ഞിട്ടില്ലല്ലോ. അതുകൊണ്ട് ഈ രാജാവ് യാജ്ഞവൽക്കിന് ഉപദേശിച്ചു കൊടുക്കുകയാണ്. രാജാവാണല്ലോ ഉപദേശിച്ചു കൊടുക്കുന്നത്. അപ്പൊ യാജ്ഞവൽക്കിന് എല്ലാം പറഞ്ഞു എന്ന് പറഞ്ഞതിനെ ഖണ്ഡിച്ചിട്ടാണ് തുടങ്ങിയത്. ഇതും കൂടി അറിയേണ്ടിയിരിക്കുന്നു, കേട്ടോളൂ എന്ന് പറഞ്ഞാണ് പറഞ്ഞത്. സാർ നമസ്കാരം. ഇവിടെ മരക്കുട്ടിയുടെ കാര്യം പറഞ്ഞത് നമുക്ക് വേണ്ടിയിട്ടല്ലേ പറയുന്നത്? മരക്കുട്ടിക്ക് പോലും അഭിവൃദ്ധി ഉണ്ടാക്കാൻ പറ്റുന്ന അതെ ശാഖോപശാഖകളൊക്കെ വരുമ്പോൾ ഈ മന്ത്രം ചൊല്ലിയാൽ ആർക്കും ഇത് തന്നെ അനുഭവം ഉണ്ടാകും. സാധാരണ ജനങ്ങൾക്കും ആ ലെവലിൽ എത്താൻ പറ്റുന്നതാണ്. നിർജീവമായ വസ്തുക്കളെ പോലും ജീവിപ്പിക്കാനുള്ള കഴിവേനുണ്ട്. പിന്നെ ഇവിടെ അഹം ബ്രഹ്മാസ്മി എന്നുള്ള ആ തത്വത്തിന് വലിയ പ്രാധാന്യമുണ്ടോ സാർ? ഇല്ലില്ല, അത് ആദ്യം പറഞ്ഞായിരുന്നു. പ്രാണോപാസന കൊണ്ട് എത്തേണ്ടത് അവിടെയാണ്. അതാണ് ഇടയ്ക്ക് പറഞ്ഞത്. പ്രാണോപാസനയാണ് അതിന്റെ പ്രധാനപ്പെട്ട വിദ്യ. ആ വിദ്യ ഉപദേശിച്ചു കൊടുക്കുന്ന കൂട്ടത്തിലാണ് മന്ത്രക്രിയയെ കുറിച്ച് പറയേണ്ടത്. അത് ക്രിയ, അത് എത്താനുള്ള മാർഗമാണ് ഇത് പറഞ്ഞത്. അതെ ഈ ക്രിയയിൽ കൂടി അവിടെ എത്താം. അതാരും ഉപദേശിക്കാത്ത ഒരു ക്രിയയാണ് മന്ത്രക്രിയ. അത്ര രഹസ്യമാണ്, വിശേഷമാണ്. അതുകൊണ്ട് അതും കൂടി ഉപദേശിച്ചു കൊടുത്ത് പൂർണ്ണമാക്കുക. ഇനിയുള്ള മന്ത്രത്തിൽ ഇതെങ്ങനെ തനിക്ക് കിട്ടിയെന്ന് പറയാൻ പുറപ്പെടുക. ഏതമോ ഹൈവാജഫനേയോ യാജ്ഞവൽക്യോ മധുകായ പൈങ്കിയായ അന്തേവാസിനോക്തോവാചാം അപി ഏനം ശുഷ്കേ സ്ഥാണോ നിഷിഞ്ജായേരൻ ശാഖാഹ പ്രലോഹേയു പദാശാനിധീ. വാജഫനേയ യാജ്ഞവൽക്യൻ, വാജഫനേയു യാജ്ഞവൽക്യ. വാജഫനേയനായ യാജ്ഞവൽക്യൻ ശിഷ്യനായ പിങ്കിപുത്രനായ മധുകന് ഇതിനെ ഉപദേശിച്ചിട്ടുണ്ട്. മധുകായ പൈങ്കിയായ, പൈങ്ക്യൻ പിങ്കുവിന്റെ പുത്രൻ, അല്ല പിങ്കിയുടെ പുത്രൻ, പിങ്കിയുടെ പുത്രനായ പൈങ്ക്യൻ എന്ന അന്തേവാസിക്ക് ഉവാച. യാജ്ഞവൽക്യൻ ഈ മന്ത്രം പിന്നീട് ആർക്ക് ഉപദേശിച്ചു കൊടുത്തു? തന്റെ അന്തേവാസിയായ മധുവിന് ഉപദേശിച്ചു. ആ മധുവിനെ എപ്പോഴും പറയുമ്പോൾ അവരുടെ പിതാവിന്റെ പേരോട് ചേർത്തേ പറയുള്ളൂ. അതുകൊണ്ടാണ് പൈങ്കി എന്ന് പറയുന്ന കാരണം. എന്താണ് ഉപദേശിച്ചത്? മുമ്പത്തെ മന്ത്രത്തിൽ ഫലം തന്നെ. ആരാണോ ശുഷ്കമായ സ്ഥാണുവിൽ ഒഴിക്കുന്നത് ശാഖോപശാഖകൾ ഉണ്ടാകും. അപ്പം യാജ്ഞവൽക്കിൽ നിന്നും ഇതാർക്ക് കിട്ടി? മധുവിന് കിട്ടി. ഏതമോ ഹൈവ വാജഫനേയോ യാജ്ഞവൽക്യോ മധുകായ പൈങ്ക്യായ അന്തേവാസിന ഉക്തോവാചാം അപി അയേനം ശുഷ്കേ സ്ഥാണോ നിഷിഞ്ചേത് ജായേരൻ ശാഖാഹ പ്രലോഹേയു പദാശാൻ ഇതി. ഏതമോ ഹൈവ മധുക പൈങ്ക്യശ്ചൂലായ ഭാഗവിത്തേ അന്തേവാസിന ഉക്തോവാച അപയേനം ശുഷ്കേ സ്ഥാണോ നിഷിഞ്ചേത് ജായേരൻ ശാഖാ പ്രലോഹേയു പദാശാനിധി. അതിനുശേഷം പിങ്കിയുടെ പുത്രനായ മധുകൻ, പൈങ്ക്യഃ മധുകഃ, ചൂലായ ഭാഗവിത്തേ അന്തേവാസിന. അയാള് ഭാഗവിത്തിന്റെ പുത്രനായ ചൂലനായിക്കൊണ്ട് ഇത് ഉപദേശിച്ചു. ഭാഗവിത്തയെ അന്തേവാസിന ഉക്ത്വ ഉവാച. ചൂലായ
ചൂരനായിക്കൊണ്ട് ഉപദേശിച്ചു. ആ ചൂരൻ ഭാഗവതന്റെ പുത്രനാണ്. ബാക്കി മുമ്പത്തെ വരെ തന്നെയാണ്. ഏതമോ ഹൈവാ മധുക പൈങ്ക്യശ്ചൂരായ ഭാഗവിത്തേയന്തേവാഫിനോക്തോവാചാം അഭിഹയേനം ശുഷ്കേ സ്ഥാണോ നിഷിഞ്ചേത് ജായേരൻ ശാഖാഹ പ്രരോഹേയോ പലാശാനിധി. ഏതമോഹൈവാം ചൂലോ ഭാഗവിത്ത് ജാനകായ ആയസ്ഥൂണായ അന്തേവാഫിനോക്തോവാചാം അഭിയേനം ശുഷ്കേ സ്ഥാണോ നിഷിഞ്ചായേരൻ ശാഖാ പ്രലോഹേയുരിതി. ഭാഗവിത്തിയായ ചൂരൻ, ഭാഗവിത്തി ചൂരഃ, ജാനകായ ആയസ്ഥൂണായ അന്തേവാഫിനഃ. ആയസ്ഥൂണപുത്രനായ ജാനകിക്കായിക്കൊണ്ട് ജാനകായ, ഈ ജാനകൻ ആയസ്ഥൂണന്റെ പുത്രനാണ്. ആയസ്ഥൂണായ ജാനകായ ആ അന്തേവാസിക്ക് ഉക്വ പറഞ്ഞു കൊടുത്തിട്ട് ഇങ്ങനെ പറഞ്ഞു. എന്താണ് ഇത്? ശുഷ്കമായ സ്ഥാനവിൽ എന്താ തളിച്ചാൽ സഹോപിശാഖർ ഉണ്ടാകും എന്ന്. ഏതമോ ഹൈവ ചൂലോ ഭാഗവിത്തൻ ജാനകായ ആയസ്ഥൂണായ അന്തേവാസിനെ ഉക്വ ഉവാചാം ഏതമോ ഹൈവ ജാനകിരായസ്ഥൂണഃ സത്യകാമായ ജാബാലായ അന്തേവാസിനെ ഉക്തോവാചാം അഭിയ ഏനം ശുഷ്കീ സ്ഥാണോ നിഷിഞ്ചായേരൻ ശാഖാ പ്രരോഹേയുപലാശാനിധി. ഏതമുഖ ഇത് തന്നെ ജാനകി ആയസ്ഥൂണഃ, ആയസ്ഥൂണനായ ജാനകി സത്യകാമായ ജാബാലായ അന്തേവാസിനെ ഉക്തോവാചാം. സത്യകാമനെ, ജാബാലപുത്രനായ സത്യകാമനെ ഉപദേശിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു. ഏതമോ ഹൈവ ജാനകിരായസ്ഥൂണഃ സത്യകാമായ ജാബാലായ അന്തേവാസിനെ ഉക്തോവാചാം അഭിയ ഏനം ശുഷ്കേ സ്ഥാണോ നിഷിഞ്ചേജായേരൻ ശാഖാ പ്രരോഹേയുരിതി. ഏതമോ ഹൈവ സത്യകാമോ ജാബാലോ അന്തേവാസിഭ്യുക്തോവാചാം അഭിയ ഏനം ശുഷ്കേ സ്ഥാണോ നിഷിഞ്ചേജായേരൻ ശാഖാ പ്രരോഹേയു പലാശാനിധി തമേതം ഏതൻ അപുത്രായ വന അന്തേവാസിനെ വാ ബ്രൂയാത്. ജാബാലപുത്രനായ സത്യകാമൻ ഇതിനെ തന്നെ തന്റെ ശിഷ്യന്മാർക്ക് ഉപദേശിച്ചു. ഏതമോ ഹൈവ സത്യകാമോ ജാബാലോ അന്തേവാസിഭ്യ ഉക്തോവാച. അന്തേവാസികളായ പുത്രന്മാരോട് പറഞ്ഞു. എന്താണ്? മുമ്പത്തെ പോലെ തന്നെ. എന്നിട്ട് അങ്ങനെയുള്ള ഇത് പുത്രനോ ശിഷ്യനോ അല്ലാത്തവന് ഉപദേശിക്കരുത് എന്ന് പറഞ്ഞു. ഉത്തം ഏതത് ന അപുത്രായ വാ അനന്തേവാസിനെ. പുത്രനല്ലാത്തവനോ അനന്തേവാഫി ശിഷ്യനല്ലാത്തവനോ, അന്തേവാഫി ശിഷ്യൻ, അനന്തേവാഫി ശിഷ്യനല്ലാത്തവനോ വാ നബ്രുയാത് അവർക്ക് പറഞ്ഞു കൊടുക്കരുത് എന്ന് പറഞ്ഞു. ഏതമോ ഹൈവ സത്യകാമോ ജാബാലോ അന്തേവാഫിഭ്യുക്തോവാചാം അഭി ഏനം ശുഷ്കേ സ്ഥാണോ നിഷിഞ്ചേജായേരൻ ശാഖാ പ്രരോഹേയു പലാശാനിധി തമേതം നാപുത്രായ വാ അനന്തേവാസിനെ വാ ബ്രൂയാത്. ചതുരൗദുംബരോ ഭവതി ഔദുംബരസ്രുവഃ ഔദുംബരശ്ചമസഃ ഔദുംബരൈത്മഃ ഔദുംബര്യ ഉപമന്ധന്യോ ദശഗ്രാമണി ധാന്യാനി ഭവന്തി യവാസ്ഥിരമാഷാഃ അണുപ്രിയംഗവൗ ഗോധൂമാശ്ച മഫൂരാശ്ച ഖൽവാശ്ച ഖലകുലാശ്ച താൻ പിഷ്ടൻ ദധതി മധുനിഘൃത ഉപസിഞ്ചതി ആജ്യസ്യ ജുഹോതി ഇതി തൃതീയം ബ്രാഹ്മണം. ഈ മന്ഥകർമ്മത്തിലെ ചതുര് ഔദുംബരൂപ
4 അത്തിമരം കൊണ്ടുണ്ടാക്കിയതായിരിക്കണം. ഈ മന്ഥം എന്ന യജ്ഞത്തിൽ ക്രിയയിൽ ഉപയോഗിക്കുന്ന 4 ഉപകരണങ്ങൾ. ഇതാണ് ചതുര്, ഔദുംബരോപരി. അത്തിമരം കൊണ്ടുണ്ടാക്കിയതായിരിക്കണം. ഏതൊക്കെയാണ്? ഔദുംബര ഫ്രുവഹ, നെയ്കോര് ഹോമിക്കുന്ന ഫ്രുവം അഗ്നി കൊണ്ടായിരിക്കണം. ഔദുംബര ചമസഹ, അത്തിമരം കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ഒരു പാത്രം, ചംസഹ എന്ന പാത്രം, ഈ നെയ് എടുത്തു വെക്കുന്ന പാത്രത്തിന് കൊടുക്കുന്നവരാണ്. ഔദുംബര ഇത്മഹ, ഔദുംബരമെന്ന് മരം, ഇത്മം വിറകാണ്. അത്തിമരത്തിന്റെ കമ്പായിരിക്കണം വിറകായിട്ട് ഉപയോഗിക്കുന്നത്. ഔദുംബര ഇത്മം, ഔദുംബര്യ ഉപമന്ധന്യവും. കടയാൻ ഉപയോഗിക്കുന്ന കടകോലും എന്തായിരിക്കണം? അത്തിമരത്തിന്റെ തന്നെ ആയിരിക്കണം. ഈ 4 അത്തിമരത്തിന്റെ കമ്പായിരിക്കണം. ചതുര് ഔദുംബരോ ഭവതി, ഔദുംബര ഫ്രുവഹ, ഔദുംബര ചമസഹ, ഔദുംബര ഇത്മഹ, ഔദുംബര്യ ഉപമന്ധന്യവും. മന്ഥനം ചെയ്യുന്ന 2 മത്തുകൾ, 2 ഉപമന്ധനങ്ങൾ ആയിരിക്കണം. രസഗ്രാമ്യാണി ധാന്യാനി ഭവന്തി. അതുകൂടാതെ ശേഖരിക്കേണ്ട ധാന്യങ്ങൾ 10 ഇതിനെ ഹോമിക്കാനും വേവിക്കാനും ഒക്കെ വേണ്ടി ഉപയോഗിക്കുന്ന ധാന്യങ്ങൾ 10. അത് എന്തൊക്കെയാണ്? വ്രീഹി, യവാഹ, തില, മാഷാഹ, അണുപ്രിയങ്കവോ, ഗോധൂമാശ്ച, മഫൂരാശ്ച, ഖല്വാശ്ച, ഖലകുലാശ്ച. വ്രീഹി എന്ന് വെച്ചാൽ നെല്ലാണ്. യവം നമുക്കറിയാം, യവം തന്നെയാണ്. തിലം എള്ളാണ്. മാഷം ഉഴുന്നാണ്. അടുത്ത് അണു ശ്യാമയാണ്. പ്രിയങ്കു തിനയാണ്. ഗോധൂമം ഗോതമ്പാണ്. ഗോതമ്പിന് സംസ്കൃതത്തിൽ പറയുന്ന വാക്ക് ഗോധൂമൻ എന്നാണ്. അതായിരിക്കണം ഗോതമ്പ് എന്നായിട്ട് മലയാളത്തിൽ മാറിയത്. ഗോധൂമൻ നകാരാന്ത പുല്ലിംഗമാണ്. ഗോധൂമാശ്ച ഗോതമ്പും. ഇനിയുള്ളത് എന്താണ്? മഫൂരാശ്ച ഖല്വാശ്ച, ചെറുപയറും കടലയും. മഫൂരം ചെറുപയറ്, ഖല്വം കടല. ഖലകുലാശ്ച മുതിര. ഇവകൾ ഇത്രയും ധാന്യങ്ങൾ താൻ പിഷ്ടാൻ ദധതി മധുനി. ഇവ പൊടിച്ച് ദധനി തൈരിൽ, മധുനി തേനിൽ, ഘൃത ഉപസിഞ്ചതി നെയ്യും കൂടി ഉപസ്തരണമായി ചേർത്തിട്ട് ആജ്യമായി അത് ഹോമിക്കണം. ഉപസിഞ്ചതി ആജ്യസ്യ ജുഹതി. ഇതാണ് സമ്പൂർണ്ണ ക്രിയ. അവസാനത്തെ ഇതുകൊണ്ടത് പൂർണ്ണമായി മന്ഥക്രിയ. ഈ മന്ഥകർമ്മത്തില് ഇത്രയും എണ്ണം ഉപയോഗിക്കുമ്പോൾ അത്തിമരത്തിന്റെ പ്രാധാന്യം മാത്രമല്ല, ഒരു മരം കൊണ്ട് തന്നെ ഉപകരണങ്ങളെല്ലാം ഉണ്ടാക്കുക എന്ന് പറയുന്ന ഒരു ഏകതയിലേക്ക് ഈ ഉപകരണങ്ങൾ എത്തിച്ചേർക്കാൻ പര്യാപ്തമായിട്ടാണ് ഒരു മരത്തിന് തന്നെ വേണം എന്ന് പറയാൻ കാരണം. പിന്നെയുള്ളത് ഈ പ്രപഞ്ചത്തിലുണ്ടാകുന്ന സമസ്ത ധാന്യങ്ങളും ഇതിനകത്ത് വരും. അത് മേഘം കൊണ്ട് വർഷിച്ച് അന്നം കൊണ്ട് മുളച്ച് കിളിച്ചു വന്നതാണ്. അത് തൈരിലും തേനിലും നെയ്യും ഒക്കെ ചേർത്ത് അതൊരാജ്യമായി, ഹോമദ്രവ്യമായി ഈ അവസാനം മന്ഥഹോമത്തിൽ ഹോമിച്ച് അത് പൂർത്തിയാക്കണം. ഇതാണ് ഇതിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞുകൊണ്ട് ഈ 3ാമത്തെ ബ്രാഹ്മണോടെ ഉപസംഹരിക്കും. ചതുരൗദുംബരവും ഭവതി, ഔദുംബര ഫ്രുവഃ, ഔദുംബരശ്ചമസഃ, ഔദുംബരൈത്മഃ, ഔദുംബര്യ ഉപമന്ധന്യോ, ദശഗ്രാമ്യാനി ധാന്യാനി ഭവന്തി, വ്രീഹി യവാ സ്ഥിരമാഷാ, അണുപ്രിയങ്കവോ, ഗോധൂമാശ്ച, മഫൂരാശ്ച, ഖല്വാശ്ച, ഖരകുലാശ്ച. താൻ പിഷ്ടാൻ ദധനി മധുനി ഘൃത ഉപസിഞ്ചതി ആജ്യസ്യ ജുഹോതി. അങ്ങനെ 3ാമത്തെ ബ്രാഹ്മണം
മന്ദക്രിയയെ കൊണ്ട് പറഞ്ഞ് ഉപസംഹരിച്ചു. 4ാമത്തെ ബ്രാഹ്മണൻ നമുക്ക് അടുത്ത ദിവസം എടുക്കാം. 2 ബ്രാഹ്മണൻ കൂടെ ഉള്ളൂ. 4ഉം 5ഉം കൂടി മാത്രമേ ഉള്ളൂ. അതിൽ 5 വളരെ ചെറുതാണ്. 4ൽ 12 കൂട്ടം കാര്യങ്ങൾ പറയാൻ വേണ്ടി 10-13 മന്ത്രങ്ങൾ എണ്ണത്ത് ഉപയോഗിക്കുന്നുണ്ട്. അതും കൂടി നമുക്കൊന്ന് വിചിന്തനം ചെയ്ത് അവസാനത്തെ ഒരു ഉപസംഹാരം മാത്രമേ ഉള്ളൂ. അതോടുകൂടി നമുക്ക് ഈ ഉപനിഷത്ത് പൂർണ്ണമാക്കാൻ പറ്റും എന്നാണ് എന്റെ വിചാരം. അതോടുകൂടി നമ്മള് ദശോപനിഷത്തുകൾ തീരുവാണ്. ദശോപനിഷത്ത് ഇല്ല. അത് കഴിഞ്ഞിട്ട് നമ്മള് ഇതുവരെ ഉപനിഷത്ത് പഠിച്ചവരെല്ലാവരും കൂടെ ഒന്ന് കൂടാം. നമ്മൾ ഇതുപോലെ ഒരു സെക്കൻഡ് സാറ്റർഡേ കൂടുമ്പം ഒരു ദിവസത്തെ ഒരു പരിപാടിയായിട്ട് വെച്ച് അന്ന് മഹത്തായ യജ്ഞം, ദീർഘകാലത്തെ യജ്ഞം കഴിഞ്ഞതാണ്. യജ്ഞത്തിന്റെ പൂർത്തീകരണം. അപ്പൊ ആ യജ്ഞത്തിന്റെ പൂർത്തീകരണം അത് ധർമാനുഷ്ഠാന രീതിയിലൂടെ തന്നെ അത് നമുക്ക് അത് വേണ്ടതുപോലെ ആചരിക്കണം. അതിന് പ്ലാൻ തയ്യാറാക്കിയിട്ട് ഒരു സെക്കൻഡ് സാറ്റർഡേ നമ്മൾ കൂടുമല്ലോ, അന്ന് ഇതങ്ങ് ആക്കിയാൽ മതി. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ നമുക്ക് ചെയ്യാം. അവിടെ എന്തായാലും ഭക്ഷണം ഉണ്ടാക്കും. ഒരു ദിവസം നമുക്ക് കൂടി ഇത് പൂർണ്ണമാക്കത്തക്ക വേണ്ട. അപ്പൊ അതിനൊരു സമാപനമാകും. നമുക്ക് എല്ലാവരെയും അറിയിക്കാം, നമ്മുടെ ക്ലാസ്സിലുള്ളവരും അല്ലാത്തവരും ഒക്കെ കൊണ്ട് ഏതെങ്കിലും ഒരു ഉപനിഷത്ത് നമുക്ക് പാരായണം ചെയ്യുകയും ചെയ്യാം. ഏതെങ്കിലും ഉപനിഷത്ത് പാരായണം ചെയ്ത് അതുപോലെ വേറെ ഏതെങ്കിലും അതുപോലെ നിങ്ങളെല്ലാവരും ശാന്തി മന്ത്രങ്ങളും ഒക്കെ നമുക്ക് എടുക്കാം. അതുപോലെ നിങ്ങൾ പഠിച്ച ഭാഗങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് ഏറ്റവും ഉൾക്കൊള്ളാൻ പറ്റിയത്, ഹൃദ്യമായത്, അത് ഒരു 10-15 മിനിറ്റ് നിങ്ങൾക്ക് അവതരിപ്പിക്കുകയും ചെയ്യാം. അപ്പോൾ നിങ്ങൾ എന്തറിഞ്ഞു എന്നുള്ളത് എനിക്ക് അറിയാനും പറ്റുമല്ലോ. അങ്ങനെ എല്ലാവരും ആകുന്നിടത്തോളം ആൾക്കാരെ തയ്യാറായാൽ മതി. അപ്പോൾ ഒരു സെമിനാർ പോലെ നമുക്ക് വയ്ക്കാം. ശരി. അപ്പൊ ഇതിൽ സംശയങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇന്ന് പ്രസംഗിക്കാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. നമസ്കാരം സർ. നമസ്കാരം. നമസ്കാരം.